സമയദോഷം, അല്ലാതെ എന്ത് പറയാനാ. ഇതാരാ? വൈഫിന്റെ ഏട്ടനാ, മൂത്ത ആള്. പേരെങ്ങനെയാ? പ്രകാശ്. മിസ്റ്റർ പ്രകാശൻ, മുത്തശ്ശി വീണത് ഭാഗ്യദോഷമല്ല, ഭാഗ്യമായിട്ട് വേണം കരുതാൻ. തളർന്നു കിടക്കുന്ന ആൾ ഒരു കാരണവശാലും താഴേക്ക് വീഴില്ലല്ലോ. ആരും എടുത്ത് താഴേക്ക് ഇട്ടതുമല്ല. അപ്പോ അതിനർത്ഥം ശരീരം പ്രതികരിച്ചു തുടങ്ങിയെന്നല്ലേ? ഓ, സന്തോഷമായി. ഞങ്ങൾ എന്താ ഡോക്ടറെ ഇനി ചെയ്യേണ്ടത്? അലോപ്പതിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. എന്തെങ്കിലും ആയുർവേദ എണ്ണയോ തൈലമോ മറ്റോ ദേഹം മുഴുവൻ തടവുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, എനിക്കറിയാം തൈലം ഇട്ട് മസാജ് ചെയ്യാൻ. ഞാൻ ചെയ്തോളാം. ഇതെല്ലാം അറിയാവുന്ന ആള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. തൈലം ഇട്ട് തടവുന്നതൊക്കെ പകല് വേണം ചെയ്യാൻ. വളരെ സാവധാനം. അങ്ങനെ ചെയ്യാൻ ഡോക്ടർ. ജഗ, മുത്തശ്ശി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. ഇതൊരു ഐശ്വര്യമുള്ള ദിവസമായിട്ട് വേണം കണക്കാക്കാൻ. ഈ വീട്ടിലെ മൂത്ത ആളല്ലേ. ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അയാൾക്ക് ജീവിക്കണമെന്ന് കൊതി തോന്നണം. ഈ സമയത്ത് പേഷ്യന്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെ കൂടെ ഉണ്ടാവണം. എന്നാലേ ജീവിതത്തിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ജഗ, നീ കൊണ്ടുവന്ന ഡോക്ടറുണ്ടല്ലോ, ബഹുമിടിക്കുക. അച്ചമ്മ എഴുന്നേറ്റ് നടക്കുന്നുള്ള കാര്യത്തിലേ എനിക്ക് ഒരു സംശയവും. അച്ചമ്മ ജീവിതത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ അച്ചമ്മയ്ക്ക് കൂട്ടിരിക്കണം. അതാ വേണ്ടത്. അങ്ങനൊരാള് ആരാണച്ച? ഏതായാലും അച്ഛനല്ല. അച്ഛനേക്കാൾ അച്ചമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം വിനുവിനെയാ. അപ്പൊ വിനു കൂട്ടിരിക്കട്ടെ. പ്രകാശേ, വിനുവിന്റെ കല്യാണം കഴിഞ്ഞ ദിവസാ ഇന്ന്. ഡോക്ടർ പറഞ്ഞനുസരിച്ചേ അച്ചമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ ഈ വിനു തന്നെ ഇരിക്കണം. അവന് ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ പോയിട്ട് ആദ്യരാത്രി ആഘോഷിക്കട്ടെ. ഞാനിരിക്കാം എന്റെ അച്ചമ്മയ്ക്ക് കൂട്ടായി. നീ മീനാക്ഷിയെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയിക്കോ. എന്റെ അച്ചമ്മയ്ക്ക് കൂട്ടായിട്ടേ ഞാൻ തന്നെ ഇരുന്നോളാം. നിന്റെ കാര്യം നടക്കട്ടെ. എന്നാ ഈ പുള്ളിക്കാരൻ കൂടെ നിൽക്കട്ടെ. മുത്തശ്ശിയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് മുത്തശ്ശിക്കും ഇയാള് നിൽക്കുന്നതാണ് സന്തോഷമെന്ന് തോന്നുന്നു. എന്നാ ശരി ജഗ, കാര്യങ്ങൾ കേട്ടു നിന്ന് ഒരുപാട് വൈകി. മരുന്ന് ഞാൻ കുറിച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങോ? ശരി.